എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അവധി ദിവസമാണ്. അപ്പോൾ ഇന്ന് വലിയ പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു കാമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. മന്തി പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാളായത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാം. രാവിലെ നമ്മൾ ചെറുതായിട്ട് സീരിയലും സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ കഴിച്ച്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം. അപ്പോൾ രാത്രി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് കളറൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കിച്ചണിൽ കയറി അംഗം തുടങ്ങുന്നതിന് മുന്നേ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്പ് ലൈനറാണ് കേട്ടോ. ഞാനിവിടെ എഴുതി കാണിക്കാം. മാക്സ് ഫാക്ടറിൻ്റെ ഡീപ്പ് ബെറി 007 ആണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പ്രത്യേകിച്ച് എൻ്റെ പോലത്തെ ഒരു സ്കിൻ ടോണിന് നന്നായിട്ട് ചേരും. ഒരുവിധം എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെയും പോകും. ഒരു ഡാർക്ക് ബർഗണ്ടി പർപ്പിൾ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്ക്. ഞാൻ വിചാരിച്ചതിലും കുറച്ച് ഡാർക്കായിട്ട് എനിക്ക് തോന്നി. ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ മേടിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല. പിന്നെ നമ്മൾ മുഖത്ത് കുറച്ചെങ്കിലും ഒരു ചെറിയ മേക്കപ്പൊക്കെ ഇടുമ്പോഴാണ് ലിപ്സ്റ്റിക്കിൻ്റെ കളർ കറക്റ്റായിട്ട് കാണുക. ബെയർ ഫേസ് ആയതുകൊണ്ട് എനിക്ക് ലിപ്സ്റ്റിക്ക് കുറച്ച് എടുത്ത് നിൽക്കുന്ന പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇടാൻ നല്ലതാണെന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് കുറച്ച് ഡാർക്കായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് അതിനെ ഒന്ന് സെറ്റാക്കിയതാണ്. ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ഇടയ്ക്കിങ്ങനെ നമ്മൾ മേടിക്കുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ന്യൂഡ് ലിപ്സ്റ്റിക്കും കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റ് നല്ല ടോൺ കിട്ടും. രാവിലെ ചുമ്മാ ഒരു ഗെറ്റ് റെഡി ബിഫോർ കുക്കിംഗ്. കുഴപ്പമില്ല അല്ലേ? ഇനി നമുക്ക് മന്തിയുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ റെഡി ആകുന്നതിനൊക്കെ മുന്നേ ഫുഡ് കഴിച്ചപാടെ കുറച്ച് ബസ്മതി സെല്ല റൈസ് ഇല്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് അത്യാവശ്യം ഒരു വേവുണ്ട്. അപ്പോൾ നമ്മളൊരു 1-2 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. 3 കപ്പ് അപ്പോൾ നമുക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ എടുക്കാനുണ്ടാവും. കാരണം പിള്ളേർക്ക് പിന്നെ വരുന്ന 2-3 ദിവസങ്ങളിലൊക്കെ ഡിന്നറിനൊക്കെ കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുകയില്ല. നമ്മൾ 2 ദിവസം, ഇപ്പോൾ ഇന്നും മേ ബി നാളെയും കൂടെ ലഞ്ചിന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ആൻഡ് നല്ല യമ്മിയാണ്. ശരിക്കും നമുക്കെല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും പണിയെടുക്കാൻ വയ്യ, എന്നാൽ കുറച്ച് യമ്മിയായിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ശരിക്കും പറഞ്ഞാൽ മന്തി. നമുക്ക് ഒരുപാട് വേറെ പ്രീ പ്രിപ്പും ഒന്നും ആവശ്യമില്ല. ചിക്കനും ഈ റൈസും മാത്രം മതി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ഇങ്ങനെ ഒതുക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ ബാക്കി കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കതാണ് കുറച്ചും കൂടി ഒരു ഇഷ്ടം. പിന്നെ നമുക്കിങ്ങനെ ഓപ്പൺ കിച്ചണാണല്ലോ. അപ്പോൾ ഈ കിച്ചണൊന്ന് വൃത്തിയായി ഒതുങ്ങിയിരുന്നാൽ തന്നെ ആ ഒരു ലിവിങ് ഏരിയ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ മൊത്തം ഒരു സ്ഥലം നല്ലതായിട്ടിരിക്കുന്ന പോലെ തോന്നും. ശരിക്കും പറഞ്ഞാൽ കിച്ചണും ലിവിങ് ഏരിയയും അത്യാവശ്യം ഒന്ന് ഒതുങ്ങി വലിയ നിരന്ന് കിടക്കാതിരിക്കുകയാണെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡാണ്. നമുക്ക് തീരെ വയ്യ മടിയൊക്കെ തോന്നുന്ന ദിവസങ്ങളില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും ഒരു സ്ഥലം ഞാനും അനീഷും എപ്പോഴും ഒന്ന് ക്ലീനാക്കി വെക്കാനായിട്ട് നോക്കും. ഇവാൻ ഇന്ന് സോക്കർ മാച്ചുള്ള ദിവസമാണ്. ഇവിടെ കുറേ സോക്കർ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബുകൾ തമ്മിൽ വീക്കിലി ഒരു ദിവസം മാച്ച് ഉണ്ടാവും. പിന്നെ ഇവർക്ക് വീക്ക് ഡേയ്സിൽ 2 ദിവസം ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 3 ദിവസം ഇവാനെ കൊണ്ടുപോകണം. അതുപോലെ സെറയ്ക്കാണെങ്കിലും ഒരു ദിവസം നെറ്റ്ബോൾ മാച്ചും ഒരു ദിവസം നെറ്റ്ബോൾ ട്രെയിനിങ്ങും. അങ്ങനെ 5 ദിവസം ഇവരുടെ ഈ ഒരു കാര്യങ്ങളുടെ പുറകെയാണ്. പിള്ളേരിങ്ങനെ കുറച്ച് വലുതാകുമ്പോൾ നമ്മുടെ ഒരു പ്രയോറിറ്റീസ് മാറുന്നതും. അതർവൈസ് നമ്മളൊക്കെ വീക്കെൻഡ് എന്താണെങ്കിലും ഞങ്ങളൊരു ചെറിയതായിട്ടെങ്കിലും ഒരു ട്രാവലോ അങ്ങനെയൊക്കെ പോകുന്നതാണ് കേട്ടോ. ഒരു 1 ഹവറെങ്കിലും ഡ്രൈവ് പോയി അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ വീക്കെൻഡ്സും നമ്മളിങ്ങനെ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് അതൊക്കെ കുറവാണ്. പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവർക്ക് താല്പര്യമുള്ളത് അവർ ചെയ്യുന്നത് നല്ലതല്ലേ. ഇവർക്ക് 2 പേർക്കും ഇഷ്ടമാണ്. ഓരോ സീസൺ കഴിയുമ്പോഴും അവർ തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള ഇതിൽ അങ്ങനെ പോകുന്നത് കേട്ടോ. പിന്നെ ഇഷ്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്യുന്നു. ഈ മന്തിക്ക് ഒരുപാട് ഉള്ളി അരിഞ്ഞ് വഴറ്റി അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മല്ലിയില പുതിനയില, ഇത് രണ്ടും ഞാനൊന്ന് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ മല്ലിയില എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 വീക്സ് ആയിട്ടോ. നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പറിൽ ലെയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു അപ് ടു 2 വീക്സ് അത്യാവശ്യം നല്ല ഫ്രഷായിട്ടിരിക്കും. ഞാനിത് സമയമുണ്ടെങ്കിൽ ഞാനിങ്ങനെ കഴുകി അത് കുറച്ച് നേരം ഇങ്ങനെ ഓപ്പൺ എയറിൽ വെക്കും. അപ്പോൾ അത് എയർ ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ഈച്ച് ടൈം കഴുകേണ്ടപ്പോൾ ഒരു ചെറിയ മടിയുണ്ടല്ലോ. പിന്നെ ഇനി സമയമില്ല തിരക്കിലാണെങ്കിൽ കഴുകൊന്നും ചെയ്യാതെ ടിഷ്യൂവിൽ റാപ്പ് ചെയ്ത് വെക്കും. അപ്പോഴാണെങ്കിൽ നല്ല ഫ്രഷായിട്ടിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്കിവിടെ ചിക്കൻ മേരിലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ കിട്ടും. അത് ചിക്കൻ്റെ തൈസും
ഡ്രം സ്റ്റിക്ക് കാലും കൂടെ ചേർന്നതാണ്. അതപ്പോൾ ഒരു 2-3 പീസാക്കി അങ്ങനെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരും. ആ ഒരു ചിക്കനാണ് എടുക്കുന്നത്. അതിലോട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഉണ്ടല്ലോ അതൊക്കെ ആഡ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം, ഒരു ഉള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് ഇതെല്ലാം അങ്ങ് കുക്കായി വെന്തലിഞ്ഞു പോകും, അങ്ങനെ കാണുമൊന്നുമില്ല കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില ചെറുതായി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് പെപ്പർ മുഴുവനെ വേണമെങ്കിൽ ഇടാം, പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ക്രഷ് ചെയ്ത് ഇടുന്നതാണ് എൻ്റെ ഒരു പ്രിഫറൻസ്. പിന്നെ ഒരു 4-5 പച്ചമുളക് നെടുകെ മുറിച്ചിട്ട് അത് ആഡ് ചെയ്യാം. കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചില റെസിപ്പീസിൽ ഇതിൻ്റെ കൂടെ ഓയിലും ആഡ് ചെയ്യുന്ന കാണാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല യമ്മിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളവും ആഡ് ചെയ്യാതെ കുക്ക് ചെയ്യുന്നതാണ് ഒന്നുകൂടി ടേസ്റ്റി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിലോട്ട് ബാക്കിയുള്ള വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നമ്മളിത് അത്യാവശ്യം ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വലിയ കഷ്ണമായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. പിന്നെ ഒത്തിരി വലിയ കഷ്ണത്തെക്കാളും എനിക്കിഷ്ടം ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ് കുക്ക് ചെയ്യാനൊക്കെ നമുക്കൊരു എളുപ്പം. ഇനി നമുക്ക് എളുപ്പത്തിൽ കുറച്ച് മയണൈസ് ഉണ്ടാക്കാം. ശരിക്കും നമ്മൾ വീട്ടിൽ മയണൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മൾ പിന്നെ മേടിക്കേയില്ല. ഞാൻ വല്ലപ്പോഴുമാണ് ഇങ്ങനെ മന്തി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളൂ. കാരണം മയണൈസ് മെയിനായിട്ട് ഒരുപാട് ഓയിലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെളുത്തുള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ 2 ഹോൾ എഗ്ഗ്, മഞ്ഞയൊന്നും മാറ്റുന്നില്ല, അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക, കുറച്ച് ഷുഗറും ആഡ് ചെയ്യുക. ഇനി കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനങ്ങനെ മെഷർ ചെയ്യാറില്ല, പക്ഷേ നമുക്ക് ഏകദേശം 1 കപ്പ് ഓയിൽ വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, എന്നിട്ടൊന്ന് പൾസ് ചെയ്യുക, വീണ്ടും കുറച്ച് ഓയിൽ ഒഴിക്കുക, എന്നിട്ടൊന്ന് പൾസ് ചെയ്യുക. അപ്പോൾ അതിങ്ങനെ തിക്കായി വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോൾ നമുക്ക് നിർത്താം. നമ്മളൊരു 1-2 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ 1 കപ്പ് ഓയിൽ മെഷർ ചെയ്ത് മാറ്റി വെച്ചിട്ട് അതിങ്ങനെ പതുക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇത് നല്ല തിക്കായി വന്നു കഴിയുമ്പോൾ ഇതിലോട്ട് അവസാനം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനെഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്താൽ ഇത് ഇനിയും നല്ല തിക്കായിട്ട് വരും. പിന്നെ നമ്മൾ അവസാനം ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മധുരം ഒക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുക. ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ ഒരു രസമാണ്, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ റെഡിയായി കഴിയുമ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്കൊരു 2-3 ഡേയ്സൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പച്ചമുട്ടയല്ലേ, അതുകൊണ്ട് കുറേ നാളത്തേക്കൊന്നും അങ്ങനെ വെക്കാറില്ല. പക്ഷേ അപ് ടു 3 ഡേയ്സ് വരെ ഇത് നല്ല ഫ്രഷായിട്ട് ടേസ്റ്റ് ഒന്നും മാറാതെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ മയണൈസ് റെഡിയായി. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന ചിക്കൻ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം, ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാരിനേഷനാണ്. ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇനി ഇതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് ഒത്തിരി തിക്കല്ലാത്തൊരു പേസ്റ്റായിട്ട് ചിക്കൻ മാരിനേഡ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ലെമൺ ജ്യൂസ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്താനും കുഴപ്പമില്ല. മാരിനേഡ് റെഡിയായി. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുക്കായ ചിക്കൻ പീസസ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ ചിക്കൻ സ്റ്റോക്കിലാണ് നമ്മൾ മന്തി റൈസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഈയിടെ ഒരു വീഡിയോയിൽ കണ്ടതാണ്, ഏത് റൈസാണെങ്കിലും ഏത് പാത്രമാണെങ്കിലും നമ്മൾ അരി ഇട്ടിട്ട് അതിൻ്റെ മേലെ ഒരു 1/2 ഇഞ്ച് വെള്ളം അങ്ങനെ കുക്ക് ചെയ്താൽ നല്ല കറക്റ്റായി വരുമെന്ന്. അപ്പോൾ ഈ സെല്ല റൈസ് ആയതുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്യാൻ നല്ല ധൈര്യമാണ്, കാരണം ഇത് വെന്ത് പോകില്ല. പക്ഷേ നമ്മുടെ ജീരകശാല അരിയൊക്കെ കറക്റ്റായി വരുമോ എന്നെനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും മെഷർ ചെയ്യുന്നില്ല. നമ്മൾ കഴുകി വെച്ച 3 കപ്പ് റൈസ് ആഡ് ചെയ്തിട്ട് ഞാൻ ഏകദേശം ഒരു കണക്കിൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. ഞാൻ മെഷർ ചെയ്ത് വെള്ളം ആഡ് ചെയ്യുമ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം, ആ ഒരു രീതിക്കാണ് ആഡ് ചെയ്യുക. പിന്നെ അവസാനം വെള്ളം കുറവാന്ന് തോന്നിയാൽ ഒരു 1/2 കപ്പൊക്കെ തിളച്ച വെള്ളം ആഡ് ചെയ്യും. അങ്ങനെയാണ് പതിവ്. ഇനി ഇതുപോലെ 2 ലെമൺ സ്ലൈസസ് കട്ട് ചെയ്തിടുക. പിന്നെ എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നൊരു സാധനമാണ് ഡ്രൈ ലെമൺ. അത് ആഡ് ചെയ്യുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു 1/2 ഇഞ്ച് മേലെ വരുന്ന പോലെ തിളച്ച വെള്ളം ആഡ് ചെയ്യുക. ആൻഡ് സെല്ല റൈസ് ആയതുകൊണ്ട് നമ്മൾ വെന്ത് പോകുന്ന പേടിക്കുകയേ വേണ്ട, ഇതിന് അത്യാവശ്യം നല്ല വേവാണ്. ഇനി ഇത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. റൈസ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മാരിനേഷൻ ഈ ചിക്കനിലോട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് നല്ല എരിവായതുകൊണ്ട് കൈ കൊണ്ടാക്കാൻ എനിക്കൊരു മടി. ഞാൻ നോക്കിയിട്ട് എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. എന്നാലും ഇത് കുറച്ച് അധികം ഒത്തിരി തിക്കല്ലാത്തതുകൊണ്ട് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് എണ്ണയില്ലാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ബട്ടറിലാണ് ഞാൻ ഫ്രൈ ചെയ്യാറുള്ളത്. അത് കുറച്ചുകൂടെ നല്ലൊരു യമ്മി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ്
ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. നമ്മളിങ്ങനെ ആദ്യം ഒന്ന് ബോയിൽ ചെയ്ത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ചിക്കൻ ഭയങ്കര സോഫ്റ്റാണ് ആൻഡ് നല്ല യമ്മിയുമാണ്. അപ്പോൾ ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കരിഞ്ഞ് വരുമ്പം ആ ഒരു പരുവത്തിൽ വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ടിനി നമുക്കിത് നമ്മൾ റൈസ് റെഡിയായി കഴിയുമ്പോൾ അതിൻ്റെ മേലെ നമുക്ക് ദം ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ദം ഇടുന്നത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ റൈസിൻ്റെ മേലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ കോൽ ഒന്ന് പുകയ്ക്കാറുണ്ട്. എനിക്ക് ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കോൽ തപ്പി നടന്നിട്ട് അത് കാണുന്നില്ല. നമ്മൾ ബാർബിക്കൊക്കെ ചെയ്യില്ലേ, ആ ഒരു കോൽ തന്നെ ഞാനൊന്ന് കുറച്ച് നേരം സ്റ്റൗവിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കനൽ വരുമല്ലോ, അത് കനലായി കഴിയുമ്പം ഇതിലോട്ട് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കും. അപ്പം ഞാൻ ഈ കോല് നോക്കി കാണാതെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ അതില്ലാതെ ഉണ്ടാക്കാമെന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പം ഞാൻ പിന്നെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കി ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ആ ഒരു കനൽ വെച്ചിട്ട് എണ്ണ ഒഴിക്കും. ഞാനിതിങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഇത് കറക്റ്റ് മെത്തേഡാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇതാണ് എനിക്ക് വർക്കാകുന്നൊരു രീതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നന്നായിട്ടൊരു കനൽ പോലെ ഇങ്ങനെ വരില്ലേ, അപ്പോൾ ഇതെടുത്ത് ആ പാത്രത്തിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലോട്ട് കുറച്ച് ഓയിൽ, ഏതെങ്കിലും ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ പുകഞ്ഞിങ്ങനെ വരും. അപ്പം തന്നെ ഇത് ലിഡ് കൊണ്ട് കവർ ചെയ്യുക. എൻ്റെ ഈ ലിഡിന് ചെറിയൊരു ഓട്ടയുണ്ട്, അപ്പം ഞാനതൊരു ടിഷ്യൂ വെച്ചിട്ട് ഞാനത് കവർ ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതൊരു 15 മിനിറ്റോളം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറോളം അങ്ങനെ തന്നെ ഇരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള മന്തി നമുക്ക് കിട്ടും. ഇതിങ്ങനെ പറയുമ്പോൾ ഇത്രയുണ്ടെങ്കിലും ഇതുണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവർക്കറിയാം. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി സൂപ്പറാണ്. ഞാൻ വേറൊരു റെസിപ്പി ആയിരുന്നു കുറേ നാളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ് ഈ ഒരു റെസിപ്പി കഴിച്ചത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇതായിരിക്കും എൻ്റെ ഒരു റെസിപ്പി. ഇതിലും ബെറ്റർ റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ചൊരു ചൂലാണ്. എനിക്ക് പ്രത്യേകിച്ച് അടുക്കള ഇങ്ങനെ നമ്മുടെ ഒരു ട്രഡീഷണൽ ചൂലുകൊണ്ട് അടിക്കുമ്പോൾ ഒരു സുഖമല്ലേ. പക്ഷേ ഇതാ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ചൂലാണ്. എനിക്ക് അതുകൊണ്ടത് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് സ്ഥലത്ത് യൂസ് ചെയ്യാനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് ഈ റെസിപ്പി മുഴുവൻ കാണിച്ചെങ്കിലും ഇത് പല പല സ്റ്റേജസ് ആയിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ കുറച്ച് ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം നമ്മളങ്ങനെ എപ്പോഴും അവിടെ നിന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ വീക്കെൻഡ്സ് എപ്പോഴും ഇതെൻ്റെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഞാൻ കഴിയുന്നത്ര ഒരു മെസ് ഫ്രീ ആയിട്ട് മിനിമം സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻ്റെ വർക്ക് ഏരിയ മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യും. കാരണം കുറേ സാധനങ്ങളുണ്ടെങ്കിൽ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എത്ര കുറഞ്ഞ സാധനങ്ങളുണ്ടോ അത്രയും ഒരു കാംനെസ് തോന്നും. അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ നിരന്ന് കിടക്കുമ്പോൾ അല്ലേ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സ്ട്രെസ്സല്ലേ. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ, 1-2 ബുക്ക്, പെൻ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പം, ഇവിടെ അങ്ങനെ ഒത്തിരി പൊടിയില്ല, നമ്മൾ എല്ലാ ആഴ്ചയും തുടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വൺസ് ഇൻ 2 to 3 വീക്സ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ച ഒരു മെക്കാനിക്കൽ കീബോർഡാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. നിങ്ങളിങ്ങനെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ IT ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ്. ഭയങ്കര സ്മൂത്താണ് ടൈപ്പ് ചെയ്യാൻ. ആൻഡ് ആ ഒരു കീബോർഡ് നോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ്. കീബോർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് താങ്ക് മീ ലേറ്റർ. പിന്നെ ഞാൻ കുറച്ച് ബാത്റൂം ക്ലീനിങ് വീക്കെൻഡ്സ് എപ്പോഴെങ്കിലും സാറ്റർഡേയോ സൺഡേയോ അത്യാവശ്യം ഒന്ന് നന്നായി വൃത്തിയാക്കാനായിട്ട് ട്രൈ ചെയ്യും. കാരണം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയാൽ അത് വരുന്ന ഒരു 2-3 ഡേയ്സ് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഇരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ വീക്കെൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എവിടെന്നെങ്കിലും നമുക്ക് എപ്പോഴാണോ കുറച്ച് സമയം കിട്ടുന്നത് അതനുസരിച്ച് ഓരോ കാര്യങ്ങളങ്ങ് ചെയ്യും. എനിക്കിങ്ങനെ കറക്റ്റ് ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ സമയം വെച്ച് ഇന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന അതൊന്നും എനിക്ക് വർക്കാവുന്ന കാര്യമല്ല. പക്ഷേ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ്സ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് പോകാനാണ് എനിക്കിഷ്ടം. എനിക്കതാണ് വർക്കാവുന്നത്. നമ്മൾ ഈ ഒരു വർക്കിംഗ് മോം അല്ലെങ്കിൽ നമുക്ക് ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളും കൂടെ നോക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പലപ്പോഴും ഒരു സ്ട്രഗിളായി തോന്നാറുണ്ട്, ഓവർവെൽമിംഗ് ആയി തോന്നാറുണ്ട്. എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല. എനിക്കങ്ങനെ കഴിയുന്നതും കോംപ്രമൈസ് ചെയ്യേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ട് ഈ ഫുഡൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അത്യാവശ്യം ഹെൽത്തിയായി എല്ലാവരുടെ ഇഷ്ടങ്ങളും കൺസിഡർ ചെയ്ത് എല്ലാ നേരം എന്നല്ല എന്നാലും ഫ്യൂ ടൈംസ് എങ്കിലും വീക്ക്ലി പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കുക. അതുപോലെ നമുക്കാണെങ്കിലും എപ്പോഴും നമ്മൾ ഈ ഭയങ്കര ഹെൽത്തി ആ ഒരു ഇതിൽ മാത്രമല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ എൻജോയ് ചെയ്യുന്ന റെസിപ്പീസും പറ്റും പോലെ ഓരോ വീക്കും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. അതൊക്കെ എൻ്റെ ഒരു ഇഷ്ടവും പ്രയോറിറ്റിയാണ്. അതുപോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളൊരു പ്രയോറിറ്റി ആക്കി വെക്കുക. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഓവർവെൽംഡ് ആയി പോകുന്നത്. സോ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് ലൈക്ക് യു ആർ ഇനഫ്. നമ്മൾ തന്നെ നമ്മളോട് പറയുക. വേണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ നമ്മളെപ്പോഴും കാണുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിച്ച് വെക്കുക. വളരെ നന്നായിരിക്കും. കാരണം നമ്മളധികം പേരും ധാരാളമായി കേൾക്കുന്നത് നമ്മൾ പോരാ എന്നുള്ള ഡയലോഗായിരിക്കും. ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിരിക്കാം,
ഇൻഡയറക്റ്റ് ആയിരിക്കാം. അപ്പോൾ യു ആർ ഇനഫ് എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ അധികം ആളുകളില്ലാത്തപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമുക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എന്തുമാത്രം വാല്യുബിൾ ആണെന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തതേ നമ്മുടെ മന്തി നല്ല സെറ്റായി. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന കുറേ കാര്യങ്ങളില്ലേ, അതിൽ ഏറ്റവും മുൻപിലുള്ള കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ അമ്മമാർ നമുക്കുണ്ടാക്കി തന്നിട്ടുള്ള, വേറെ ഒരു സ്ഥലത്തും നമുക്ക് ആ ഒരു രുചി കണ്ടെത്താൻ പറ്റില്ല കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റെസിപ്പീസ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നമ്മൾ കൺസിസ്റ്റൻ്റായി ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, പിള്ളേർക്കും ഇഷ്ടമുള്ള അതിലൊരു സാധനമാണ് ഇവരിടയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ ഒരു മന്തി, അതുപോലെ ബിരിയാണി, അതൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ പിടി കോഴി, അതൊക്കെ അവരിങ്ങോട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അവരിങ്ങനെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെ അപൂർവമായിട്ടല്ലേ ഇപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്നൊക്കെ പറയാറുള്ളൂ. ഞാൻ വിചാരിക്കും അവരൊക്കെ ഇങ്ങനെ വലുതായി കഴിയുമ്പം ചിലപ്പോൾ ഇതൊക്കെ അവരുടെ നല്ലൊരു ഓർമ്മയാകുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഈ മന്തിക്ക് സൈഡായിട്ടൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കില്ല, അതിവിടെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. ഞാൻ കുറച്ച് റായ്ത്ത, പിന്നെ മയണൈസ്, പിക്കിൾ, അങ്ങനെയാണ് നമ്മുടെ മന്തീൻ്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നിനി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് പരിപാടിയാണ്. നമ്മളിവിടെ DFOയിൽ ഒന്ന് പോകണം. മെയിനായിട്ട് അവിടെ പോകുന്നത് ഷൂസ് വാങ്ങാനുള്ളപ്പോഴാണ്. കാരണം അവിടെ ഒരുവിധം എല്ലാ ബ്രാൻഡിൻ്റെയും ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഉണ്ട്, നല്ല കളക്ഷനും നല്ല ഡിസ്കൗണ്ടുമാണ്. അപ്പോൾ നമ്മളിനി പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.